മഴത്തോരു മുമ്പയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന രോഹിത്തിന്റെ അരികിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് ആരൊക്കെ ഉപേക്ഷിച്ചാലും താൻ നിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പ് നൽകിക്കൊണ്ടാണ് മുറിയിൽ നിന്ന് പോകുന്നത്. അലീന പോയി കഴിഞ്ഞ ഉടനെ തന്നെ കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. വന്നിട്ട് എങ്ങനെയുണ്ട് പനി എന്നുള്ള കാര്യത്തെക്കുറിച്ച് രോഹിത്തിനടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് രോഹി ഒന്ന് തൊട്ടു നോക്കിയതിനു ശേഷം അലീന ചേച്ചിയോട് ദേഷ്യം കാണിക്കരുതെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം തന്റെ ഫോണിലുള്ള ആ വീഡിയോ നോക്ക് എന്ന് പറഞ്ഞിട്ട് രോഹിത്തിന്റെ കയ്യിലേക്ക് ആ ഫോൺ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുന്ന രോഹിത്തിനടുത്ത് പറയുന്നുണ്ട്, ശരണ്യയുടെ വീട്ടിലേക്ക് പോയതാണ് അലീന ചേച്ചി. രോഹിയേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രോഹിയേട്ടൻ ഇനിയെങ്കിലും അലീന ചേച്ചിയെ വിഷമിപ്പിക്കരുത്. കഴിഞ്ഞതൊക്കെ പോട്ടെ, രോഹിയേട്ടനോട് ഇവിടെ ആർക്കും ഒരു വിരോധവും ഇല്ല, ദേഷ്യവും ഒന്നുമില്ല. ഇതിനെല്ലാം കാരണക്കാരൻ ഹരിയേട്ടനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അവര് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് അലീനയാണെങ്കിൽ കാപ്പി തുളുമ്പി പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. കൂടെ ബബിതയുണ്ട് കേട്ടോ. ഉള്ളില് കൃഷ്ണജിയെ കണ്ട ഉടനെ തന്നെ, കൃഷ്ണമോൾ എന്താ ഇവിടെ? ഞാൻ നിന്റെ താഴെ മൊത്തം തെരഞ്ഞു. ഇവിടെ ആങ്ങളെയും പെങ്ങളെയും കൂടിയിട്ട് എന്താ ഒരു സ്വകാര്യം എന്നൊക്കെ അലീന ഇങ്ങനെ ഭയങ്കര രസത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചിയെ എങ്ങനെ പുകച്ച് പുറത്തു ചാടിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ ഇപ്പാണെങ്കിൽ അമ്മ ഇവിടെ ഉണ്ടല്ലോ, എന്നാ നാളെ തന്നെ ചെയ്യണേ. പോകാൻ വേണ്ടിട്ട് ഞാൻ റെഡിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് മാസം എത്രയെന്ന് അറിയോ? അതിനിടയ്ക്ക് രോഹിയെ പിടിച്ചിരുത്തുന്നുണ്ട്. ബ്രഷ് ചെയ്യണ്ടേ, നീ ഇങ്ങനെ തന്നെ ഇരുന്നോ, ഞാൻ ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് വാഷ്റൂമിലേക്ക് പോവാണേ. അപ്പോഴേക്കും ബബിതയാണെങ്കിൽ കയ്യിൽ കാപ്പിയൊക്കെ ഉണ്ടല്ലോ, അത് കൊണ്ടുപോയിട്ട് ടേബിളിൽ വെക്കുവാണേ. ബബിതയുടെ അടുത്ത് ചേച്ചിയെ വിളിച്ചിട്ട് വന്നതാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. നിന്നെയാണ് വിളിച്ചത്, നിന്നെ കാണാത്തതുകൊണ്ട് ഞാൻ പോന്നേ ഉള്ളൂ. ബബിതയുടെ പ്രവൃത്തിയെല്ലാം കണ്ടിട്ട് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തോ ഒരു തിരിച്ചറിവ് കിട്ടിയതുപോലെ ഉണ്ടല്ലോ എന്ന്. പക്ഷെ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കാതെയാണ് ബബിത അവിടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് അലീനയാണെങ്കിൽ ബ്രഷിൽ പേസ്റ്റ് ഒക്കെ ആക്കിയിട്ട് കൊണ്ടുപോയിട്ട് രോഹിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ബ്രഷ് ചെയ്തിട്ട് തുപ്പാൻ വേണ്ടിയിട്ട് ഒരു മടി കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രോഹി. മടിക്കൊന്നും വേണ്ട, ഇതിനകത്തേക്ക് തുപ്പിക്കോ എന്ന് പാത്രം കാണിച്ചിട്ട് നമ്മുടെ അലീന പറയുന്നുണ്ടേ. ബ്രഷ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും കൃഷ്ണമോളാണെങ്കിൽ ചേച്ചി ഞാൻ താഴേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് ബബിതയാണെങ്കിൽ അലീനയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നൊക്കെ ഉണ്ട്. ബ്രഷ് ഒക്കെ ചെയ്തതിന് ശേഷം കാപ്പീന് പൊക്കിയിട്ട് ബന്നൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ രോഹിക്ക്. രോഹിയാണെങ്കിൽ അത് മേടിച്ച് കഴിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഭയങ്കര സന്തോഷത്തില് ബബിത ഇങ്ങനെ അരികിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മുടെ വൈജയന്തിയാണെന്നുണ്ടെങ്കിൽ നടന്ന് കിച്ചണിലെത്തുന്നുണ്ട്. കിച്ചണിലെത്തിയിട്ട് ഫ്രിഡ്ജ് തുറന്നു നോക്കുവാണേ. ഇത് കണ്ടുകൊണ്ട് വന്ന അലീനയാണെങ്കിൽ അലീനയുടെ കയ്യിലുള്ള പാത്രം ടേബിളിന്റെ മേലെ വെക്കുകയാണ്. ആ പാത്രം തട്ടിയിട്ട് വേറെ പാത്രം താഴെ വീഴുന്നുണ്ട്. വൈജയാണെങ്കിൽ അപ്പോഴേക്ക് പേടിച്ചു പോകുന്നുണ്ട്. മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നൊക്കെ വൈജ ഇങ്ങനെ പെറുവെറുക്കും. അയ്യോ മാഡം പേടിച്ചു പോയോന്ന് ചോദിക്കുവാണേ. അത് കഴിഞ്ഞ് ഫ്രിഡ്ജ് തുറന്നിട്ടുണ്ടല്ലോ വൈജ, എന്തെങ്കിലും മാഡത്തിന് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വൈജയന്തിയുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ അലീന പറയുന്നുണ്ട്, ഫ്രിഡ്ജ് തുറന്നതുകൊണ്ട് ചോദിച്ചതാണ് എന്നുള്ള കാര്യമേ. ഇത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ച ഫ്രിഡ്ജാണ്, ഇത് ഞാൻ തുറക്കും അടയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രിഡ്ജ് തുറക്കുകയോ അടയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അലീനയാണെന്നുണ്ടെങ്കിൽ അയ്യോ അച്ഛൻ പറഞ്ഞത് ഈ ഫ്രിഡ്ജ് അച്ഛൻ പൈസ കൊടുത്ത് മേടിച്ചതാണല്ലോ എന്ന് വൈജയുടെ അടുത്ത് പറഞ്ഞു കേട്ട ഉടനെ തന്നെ ഒരു അച്ഛൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വൈജ താല്പര്യമില്ലാതെ. ഈ വീട്ടിലെ എല്ലാ ഫർണിച്ചറും അച്ഛനെ മേടിച്ചതെന്നുള്ള കാര്യം കൃഷ്ണമോളും പറഞ്ഞു. അവളാണോ ഈ വീട്ടിലെ കാര്യസ്ഥ എന്ന് വൈജയന്തിയുടെ ചോദ്യത്തിന് മാഡം ഈ വീട്ടിൽ ഒന്നിനും പൈസ മുടക്കിയിട്ടില്ല എന്നുള്ള കാര്യം അച്ഛൻ പറഞ്ഞു. മാഡത്തിന്റെ ശമ്പളം മുഴുവൻ മാഡം സേഫ് ഡെപ്പോസിറ്റ് ആക്കി മാറ്റിയെന്ന്. അത് കേട്ട് വൈജയന്തി തരിച്ച പോലെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒട്ടും താഴ്ന്നു കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. അന്ന് അങ്ങനെ ചെയ്തത് നന്നായി പോയി, ഇല്ലെങ്കിൽ ഞാനിപ്പോ കഷ്ടപ്പെട്ടേനെ. വീണ്ടും മാഡത്തിന് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ചായയോ കാപ്പിയോ കൂൾ ഡ്രിങ്ക്സോ ഫ്രഷ് ലൈമോ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ഇവിടെ കൂൾ ഡ്രിങ്ക്സിന്റെ കട ഇട്ടിരിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് വൈജ വേഗം അവിടുന്ന് പോകുന്നുണ്ടേ. വൈജയന്തി ഹോളിലൂടെ നടക്കുന്നത് കണ്ടുകൊണ്ട് വന്ന ബബിതയാണെങ്കിൽ അമ്മ റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ തുടങ്ങിയെന്ന് ചോദിക്കുകയാണേ. ഞാനിപ്പോ ഉള്ളിൽ തന്നെയാ ഉള്ളത്, അമ്മ ഈ വാശിയും വൈരാഗ്യമൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഉഷാറായിട്ട് വാ. രോഹിയേട്ടൻ ഇപ്പോ ഉഷാറായി തുടങ്ങി, അമ്മ ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണെന്നൊക്കെ പറയുമ്പോ ഞാൻ എന്താടി ആനയാണോ ഇടഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടെന്ന് ചോദിക്കുവാണേ. അമ്മയുടെ ഈ പിടിവാശിയൊക്കെ ഒന്ന് ഒഴിവാക്കാനാ ഞാൻ പറഞ്ഞത്. എനിക്കാണോടി പിടിവാശി എന്ന് വൈജയന്തിയുടെ ചോദ്യത്തിന് പിന്നെ ആർക്കാണെന്ന് ബബിത തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ടേ. നിന്റെ അച്ഛന് അലീനയെ എന്ത് വന്നു കഴിഞ്ഞാലും കൈവിടില്ല എന്നുള്ള പിടിവാശി, പിന്നെ അലീനയ്ക്ക് ഈ കുടുംബം തകർന്ന് തരിപ്പടമായി കഴിഞ്ഞു കഴിഞ്ഞാലും അവൾ ഇവിടുന്ന് പോകത്തില്ല എന്ന്. അമ്മ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, അമ്മ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതിനെ കൊണ്ട് ഇവിടെ എല്ലാവർക്കും ഉപകാരം മാത്രമേ ഉള്ളൂ, ഒരു ഉപദ്രവം ആർക്കും ചെയ്യുന്നതായിട്ട് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടുമില്ല എന്നൊക്കെ കവിത പറഞ്ഞത് കേട്ട ഉടനെ തന്നെ ഓ നിന്നെയും മയക്കിയെടുത്തു അവള്, എന്നെ ആരും മയക്കിയിട്ടില്ല, ഞാനെന്റെ മാറാനെന്റെ പോകുന്നുമില്ല. ബബിതയുടെ അടുത്ത് തന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ഭാവി നശിക്കില്ല എന്നൊക്കെ വൈജ പറയുന്നുണ്ട്. നീ അലീനയുടെയും അച്ഛന്റെ ഒക്കെ പുറകെ നടന്നു കഴിഞ്ഞാൽ നിന്റെ ഭാവി എന്നെ നശിച്ചു എന്നുള്ള കാര്യം കണക്കാക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ബബിതയാണെന്നുണ്ടെങ്കിൽ അമ്മേ ഞാൻ ഒന്നും പറഞ്ഞില്ല, പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തു, എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ബബിത റൂമിലേക്ക് അങ്ങ് കയറി പോവാണേ. പോകുന്ന ബബിതയാണെങ്കിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് രോഹിയേട്ടന് തീരെ വയ്യാണ്ട് കിടക്കുവാണ്, വല്ലപ്പോഴും അങ്ങോട്ടൊന്ന് എത്തി നോക്കണേ, അല്ലെങ്കിൽ അമ്മയുടെ ആ പിടുത്തവും പോകുന്നു പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ബബിത അവിടുന്ന് പോകുന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ രോഹിത്തിന്.
ആദ്യം തന്നെ രോഹിത്തിനെ എഴുന്നേപ്പിച്ചിരുത്തിയതിനു ശേഷം പനി നോക്കുന്നുണ്ട്. പനി കുറവൊന്നുമില്ല, 101 ഇപ്പോഴും ഉണ്ട്. കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേക്കും രോഹിക്ക് ഭയങ്കരമായിട്ട് ചുമ വരികയാണ്. കഫം തുപ്പാൻ വേണ്ടി ടിഷ്യൂ പേപ്പർ കയ്യിൽ വെച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. രോഹി മടിക്കുന്നുണ്ടെങ്കിൽ പോലും അലീന പറയുന്നുണ്ട് ഇതിനകത്ത് തുപ്പിക്ക് കുഴപ്പമില്ല എന്ന്. അങ്ങനെ കഫൊക്കെ തുപ്പിയത് കൊണ്ടുപോയി ടോയ്ലറ്റിൽ ഒഴിവാക്കിയതിനു ശേഷം ചൂട് കഞ്ഞി എടുത്തിട്ട് കുറച്ച് കുടിച്ചാൽ ഇനി ഒരു ഉഷാറ് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് കഞ്ഞി കൊടുക്കുവാണേ. അലീന കഞ്ഞി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ബബിത അങ്ങോട്ട് വരുന്നുണ്ട്. നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് അലീന ചോദിക്കുമ്പോൾ കുഞ്ഞുവാവയ്ക്ക് മാമൻ കോരി കൊടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാന്ന് ചുമ്മാ പറയുന്നുണ്ട് ബബിത. ഇത് കേട്ട അലീനയാണെങ്കിൽ നിനക്ക് വേണോന്ന് ചോദിക്കുകയാണേ, എന്റെ പട്ടിക്ക് പോലും വേണ്ട. അതിന് മറുപടിയായിട്ട് ചിരിച്ചുകൊണ്ട് അലീന പറയുന്നുണ്ട് എന്നും ഇങ്ങനെ തന്നെ പറയണേ എന്ന്. അതെ, എന്നും ഇങ്ങനെ തന്നെ പറയുന്നു ബബിത. കഞ്ഞിയൊക്കെ കൊടുത്തതിന് ശേഷം ബബിതയുടെ അടുത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്, മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബബിത വെള്ളമായിട്ട് വന്നതിന് ശേഷം മരുന്ന് കൊടുക്കുവാണ്. അതിനുശേഷം കുറച്ചു നേരം അലീന രോഹിയുടെ അരികെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് നമ്മുടെ വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ താഴെ നിന്നുകൊണ്ട് ഫോൺ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് ജോയിൻ ചെയ്യാന്നുള്ള കാര്യം വിചാരിക്കുന്നത്. അപ്പോഴേക്കും തനിക്ക് വലിയ പ്രയാസമില്ലാതെ നടക്കാൻ പറ്റിയേക്കുന്നൊക്കെ പറയുന്നുണ്ട് ഫോണില്. അതേസമയമാണ് അങ്ങോട്ടേക്ക് കൃഷ്ണമോൾ കയറി വരുന്നത്. കൃഷ്ണമോളെ കാണുമ്പോൾ തന്നെ ഫോണ് പിന്നെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് വെക്കുന്നുണ്ട്. കൃഷ്ണമോൾ എന്താ അമ്മ ഇവിടെ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനെന്താ ഇങ്ങോട്ട് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റില്ലേ, ഒന്ന് സിറ്റൗട്ട് വരെ വന്നതാണോ പ്രോബ്ലം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല അമ്മ സാധാരണ റൂമിൽ തന്നെയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല നീ എന്താ ട്യൂഷന് പോയിട്ട് വരികയാണെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല ഇന്ന് ആഫ്റ്റർനൂൺ ആയിരുന്നു എക്സാം, നീ അത് കഴിഞ്ഞിട്ട് നടന്നിട്ടാണോ പോയിട്ട് വരാറെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല ജംഗ്ഷനിൽ പോയിട്ട് ബസ് കയറും, അപ്പൊ ബബിത നിന്നെ കൊണ്ടുവിടാറില്ലേ? ചേച്ചി പഠിപ്പ് നിർത്തിയിട്ട് എത്രയോ കാലമായല്ലോ, അതെന്താടി അങ്ങനെ ഒരു വർത്താനെന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ അമ്മയ്ക്കറിയില്ലേ അമ്മയുടെ മക്കളിൽ ആരൊക്കെ പഠിക്കുന്നുണ്ട്, ആരൊക്കെ പഠിപ്പ് നിർത്തി എന്നുള്ള കാര്യം. അതൊന്നും ചിന്തിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് മനസ്സില്ല. 24 മണിക്കൂറും അമ്മ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛനോടും അതുപോലെ തന്നെ അലീന ചേച്ചിയോടും. കൃഷ്ണമോൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയണ്ട, അത്രയ്ക്കൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയുടെ വായ അടപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുവാണേ. അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ വീട്ടിൽ അമ്മ ഇവിടെ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ഉള്ളൊരു ഫീലിങ്സ് ഇല്ല. അമ്മയെ അമ്മയായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാന്നുള്ള കാര്യം മക്കളാ ചിന്തിക്കേണ്ടത്. അലീനയെ എന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു വെച്ചത് കൊണ്ടാണ്. അമ്മയുടെ വ്യാഖ്യാനം എന്തായാലും കൊള്ളാം, ഞാൻ എന്തായാലും നിർത്തി, ഇനി ഒന്നും പറയുന്നില്ല പോരെ എന്ന് പറഞ്ഞ് അമ്മയോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത മട്ടില് കൃഷ്ണമോൾ ഉള്ളിലേക്ക് കയറി പോവാണ്. ഇനി രാത്രിയിലാണ് കാണിക്കുന്നത്. അലീന മുകളിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ബബിത ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. അമ്മയ്ക്ക് അരികിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അമ്മയാണെങ്കിൽ കാല് മസാജ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും കാലിനൊരു മരവിപ്പ് പോലെ. ഹെൽമെറ്റ് മസാജ് ചെയ്തിട്ടൊന്നും കുറയുന്നില്ല, താൻ ചെയ്തു തരണമെന്ന് ബബിത ചോദിക്കുന്നുണ്ട്. വേണ്ട, അല്ല നീ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ബബിത എടുത്ത് ചോദിക്കുമ്പോൾ രോഹിയേട്ടന് പനി കൂടുതലാണെന്ന് തോന്നുന്നു. അലീന മുകളിലേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി കിച്ചണിലേക്ക് പോയി. അതിന് നിനക്കെന്താ കുഴപ്പം, ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് അവന് മരുന്ന് കൊടുത്ത് പോയതല്ലേ, അതോടുകൂടിയിട്ട് തീർന്നു അമ്മേ. രോഹിയേട്ടനെ പിന്നെ ആര് നോക്കണ്ടേ? ഓ അവള് വലിയ ശുശ്രൂഷികയാണല്ലോ, വലിയ ഹോം നഴ്സ്. നോക്കട്ടെ, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുന്നതാണ് കേട്ടോ വൈജ പറയുന്നത്.